മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. പി കെ സുനിൽകുമാറാണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. സുനിലെ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ നാളെ, സംഗീത സംവിധാനം നൽകിയ സിനിമ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ, മിനിറ്റുകളിൽ മനസ്സിൽ? അതെ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ സിനിമ എല്ലാവരും പോയി കാണണം, എല്ലാവരും പോയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇതിലെ പാട്ട് ഇതിനകം ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു. ജനപ്രിയ സംവിധായകൻ പ്രിയനന്ദനൻ ചേട്ടൻ ചെയ്യുന്ന ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യ സിനിമ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കൊമേഴ്സ്യൽ സിനിമ വിഭാഗത്തിൽ ആദ്യമാണെന്ന് പറയാം അല്ലേ. അഖിലേ ബുദ്ധ എന്ന് പറഞ്ഞൊരു സിനിമ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ളൊരു സംഗീതം, അതിനെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത്? ഇത് ഒരു മനസ്സിലുള്ള ലോകത്തിലുള്ള എല്ലാ ഫോക്ക് മ്യൂസിക്കുകളും, ലോകത്തിലുള്ള എല്ലാ സംഗീതത്തിനോടും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ പ്രിയൻചേട്ടൻ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി അതിൽ വേണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ഉള്ള പാട്ടിൻ്റെ ഒരു ഫോർമാറ്റിലല്ല അത്. ഒരു ഒറ്റ കണ്ടിന്യൂസ് ഒരു ഒഴുക്കാണ് ഇതിനുള്ളത്. അത് ആളുകൾ സ്വീകരിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്? പ്രിയനന്ദനുമായിട്ടുള്ള ആ ഒരു അടുപ്പം തന്നെയാണോ? അതെ, പ്രിയനന്ദനൻ ചേട്ടൻ ഞങ്ങൾ ബേസിക്കലി രണ്ടുപേരും തൃശ്ശൂർക്കാരാണ്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ എന്നെ അറിയാം. ഞാൻ നാടക പ്രവർത്തന ചെറുപ്പത്തിലെ മിമിക്രി, മോണോ ആക്ട്, തബല, പാട്ട്, അതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് പ്രിയൻചേട്ടൻ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രിയൻചേട്ടൻ പറഞ്ഞത്. തിയേറ്ററിലും പാട്ടും കളിയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പ്രിയൻചേട്ടൻ ചോദിക്കുകയാണ് ചെയ്തത്, അതായത് ഞാൻ പടം ചെയ്യുന്നുണ്ട്, നീ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സിനിമയ്ക്ക് സംഗീതം നൽകുക എന്നൊരു വലിയ റിസ്ക് ഉള്ളൊരു പണി, വല്ലാത്ത ഒരു അനുഭവമായിരുന്നിരിക്കാം. ഈ പ്രിയനന്ദൻ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് സംഗീതം നൽകണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ആദ്യ പ്രതികരണം പ്രിയേട്ടനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമ ഇതിൽ തന്നെയാണ്. ഒട്ടുമിക്ക സംഗീത സംവിധായകരോടൊപ്പം അവരെ പിന്നണിയിൽ വായിക്കുകയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് പാട്ടുകൾ, നിങ്ങൾ കേൾക്കുന്ന പല പാട്ടുകളിലും പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റുകളും ഒക്കെ വായിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു പുതുമയുള്ള ഒരു മേഖലയല്ല, മീൻസ് പുതിയൊരു ഏരിയ അല്ല, ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ടെൻഷനോ റിസ്കോ എടുക്കുന്നതെന്ന് പണ്ടേ ടെൻഷനില്ല. ഏതായാലും നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോകാം. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പാട്ടൊന്ന് കേൾക്കാം. പാട്ട് ഞാൻ പാടി നോക്കാം. നിറമാടിയ പൂങ്കാവ് ആലോലക്കതിരും ചേർന്നി പാലിനു വാസന്തം. മയിലാടുന്നേ മറിമാനോടുന്നേ, ഈ കാറ്റും പുഴയും മുളയും മൂളുന്നേ, താരം ചിന്നിച്ചിന്നുന്നേ, കിളികൾ പാടുന്നേ, ഈ കാറ്റും പുഴയും മുളയും മൂളുന്നേ. ആലിന്റെ കൊമ്പത്തും മാമലത്തുഞ്ചത്തും ഏലപ്പാരപ്പിലും കുടിതാളമിരമ്പുന്നേ. ആലിന്റെ കൊമ്പത്തും മാമലത്തുഞ്ചത്തും
പന്തം പോലെ വെട്ടം നിറവട്ടം ഉള്ളാലെ ഉടലാലെ നാം ഒന്നായി ചേരുമ്പോൾ മാമലമാൻ വെട്ടം പോലെ വെട്ടം നിറവട്ടം. ഈ ഒരു ഗാനം എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ്. അപ്പോൾ ഇതിൻ്റെ നാടൻ ശീലമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ഒരു സംഗീത സംവിധാനം നിർവഹിക്കുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നോ അതോ ഏറ്റവും എളുപ്പമായി ചെയ്യാൻ തോന്നിയതാണോ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ഗാനമായതുകൊണ്ട്? ഇത്തരത്തിലുള്ള ഗാനം ഞാൻ തിയേറ്റർ ഒരു ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്, തിയേറ്റർ മ്യൂസീഷ്യനാണ്. ഞാൻ ഇംപ്രവൈസ്ഡ് സോങ്ങുകൾ ഉണ്ടാക്കൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി. ജിബ്രീഷ് ഇല്ലാത്ത ലാംഗ്വേജിലൊക്കെ അങ്ങനെ ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സംഗീത ഉപകരണങ്ങൾ ഇപ്പോൾ ഇത്രയും സംഗീത ഉപകരണങ്ങളായി വന്നിപ്പം നമ്മൾ പാടുന്നത് പ്ലേ ചെയ്യുന്നത് കണ്ടു. ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? എത്ര കാലം മുമ്പുള്ള ഒരു പരിശീലനമുണ്ട്? ഞാൻ ഇൻസ്ട്രുമെൻ്റ് പഠിച്ചത് തബലയാണ്. തബല മാത്രമേ ശരിക്കും പഠിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളോടും ആരാധനയും പ്രേമമൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ എന്ത് ഇൻസ്ട്രുമെൻ്റ് കിട്ടിയാലും ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ തബല പഠിച്ചു തുടങ്ങിയത് എപ്പോഴായിരുന്നു? തബല പഠിച്ചു തുടങ്ങിയത് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ മുതലാണ് പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അതോ ഇങ്ങനെ വീട്ടിൽ നിന്നുള്ളൊരു മുൻകൂട്ടി അവർ കൊണ്ടുപോയി ചേർക്കുന്നതോ എങ്ങനെയായിരുന്നു തബല പഠിക്കാൻ? വീട്ടിൽ പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് ചേർക്കാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ കൊണ്ട് ചേർത്തിട്ടുള്ളതാണ്. വീട്ടിലെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് നമ്മളെ തബല പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ജവഹർ ബാലഭവനിലാണ് ഞാൻ എൻ്റെ കല തുടങ്ങിയത്. അച്ഛനമ്മയും ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിരുന്നതിൽ. ഞാൻ നാടകമായിരുന്നല്ലോ. അച്ഛനമ്മയൊക്കെയാണ് എന്നെ ഏറ്റവും ആദ്യം പഠിപ്പിക്കുക. മിമിക്രി, മോണാക്റ്റും അവർ തന്നെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. ബാലഭവനിൽ നിന്നാണ് എൻ്റെ തിയേറ്റർ, നാടകം, പടം വരച്ചിരുന്നു, പാട്ട്, ഇംപ്രവൈസ്, അത്തരം ഈ പുതിയ ക്രിയേറ്റിവിറ്റി അവിടെ നിന്നാണ് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അധ്യാപകർക്ക് അതിൽ നല്ല പങ്കുണ്ട്. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ കൈവെക്കാത്തൊരു മേഖലയില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ സംഗീത സംവിധാനം, ഇൻസ്ട്രുമെൻറ്റ്സ്, നേരത്തെ മിമിക്രി, മോണാക്ട്, ഇപ്പോൾ പ്രിയൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന കൂടിയുണ്ട്. അതെ, എല്ലാ സമസ്ത മേഖലകളിലേക്കും കൈവച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ വേഷം എന്താണ്? അല്ല, അങ്ങനെ ഈ ഗ്രാമീണരിൽ ആ സ്ഥലത്തെ ഇവരെത്തുന്ന ഈ 2 കള്ളന്മാർ ഒരു നന്മ നിറഞ്ഞൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ആ സ്ഥലത്തെ ഒരാളാണ്, അവിടുത്തെ ഒരു മ്യൂസീഷ്യനാണ്, അവിടുത്തെ പാട്ടുകാരനാണ്. അങ്ങനത്തെ ഒരാളായിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. ഈ കലോത്സവങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. കലാപ്രതിഭയായിരുന്നു. ഈ വീട്ടുകാരുടെ ഒരു പ്രോത്സാഹനം തന്നെയായിരുന്നു അത് ഇത്രയും? പിന്നെ 100%. വീട്ടുകാർ, എൻ്റെ അധ്യാപകർ, ക്ലാസ്സിൽ വന്നാൽ സ്ഥിരം തല്ലുന്ന ടീച്ചേഴ്സ്, നമുക്ക് വായിൽ ചുക്കുവെള്ളം ഇതൊക്കെ കൊണ്ട് നമ്മൾ സുനിലെ മോനെ ചെസ്റ്റം വെറുതെ ഇത് കുത്തുന്നതിൻ്റെ ചെസ്റ്റം. അടുത്ത മിമിക്രി മത്സരം നടക്കുമ്പോൾ അപ്പുറത്ത് തബല മത്സരത്തിൽ അവിടെ ടീച്ചേഴ്സ് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് അവിടെ ജുബ്ബ മാറ്റി അവിടെ അങ്ങനെ പോയി ക്ലാസ്സിൽ വന്നാൽ തല്ല് കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ യുവജനോത്സവം നമ്മൾ എടുത്തും ഒക്കെ കൊണ്ട് നടന്നിരുന്ന ഒരുപാട് ടീച്ചേഴ്സും പിന്നെ അച്ഛനമ്മ, നാട്ടുകാർ, എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് MBBS പഠിക്കാൻ ചെയ്ത് അവിടുന്ന് ഡ്രോപ്പ് ഔട്ടായി പുറത്തേക്ക് പോവുകയും ചെയ്തു. അതും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ ഒരു ഇതിലിപ്പോൾ സംഗീത സംവിധാന രംഗത്തേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ സിനിമ നാളെ റിലീസാവും, ഇനിയിപ്പോൾ കൂടുതൽ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അതെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇനി എന്താ അതിന് ഉദ്ദേശം? ഞാൻ പറഞ്ഞില്ലേ, എന്നെ എന്ത് ജോലി ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ സിനിമകൾ ആളുകൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിനിമകൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഞാൻ മുമ്പ് മറ്റുള്ള മിസ്റ്റർ ഡയറക്ടേഴ്സിൻ്റെ ഫിലിമിൽ വായിക്കുന്നുണ്ട്, മറ്റ് തിയേറ്റർ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. എൻ്റെ സോളോ പ്രൊജക്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റുകളും കുറച്ച് കവിതകളും പഴയ മോണോആക്ട് ഈ എൻ്റെ എല്ലാ ഇതും കൂട്ടിയിട്ട് ഒരു 1 man ഷോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് പ്രാക്ടീസ് കിടക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം. ഏതാണ് പാടുന്നത്? അങ്ങനെ ഒരു പാട്ടും പ്ലാൻ ചെയ്തില്ല. ഒരുപാട് ഇന്ത്യൻ സിനിമാ സംഗീതം എന്ന് പറഞ്ഞാൽ അത്രയധികം ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക്. R.D. ബർമൻ, സലീൽ ചൗധരി, ഇളയരാജ സാറ്. എനിക്ക് നമ്മുടെ മലയാളത്തിലെ ബാബുരാജ് മാഷിൻ്റെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. കാരണം എനിക്ക് അധികം പാട്ടുകൾ വരികൾ കാണാതറിയുന്ന ഒരു പാട്ട് ഞാൻ പാടാം. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ
സുറുമയെഴുതിയ മിഴികളെ ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ. പാടാനറിയാം, വിവിധ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയാം, പാടാനറിയാം, പാടി പോകുന്നതാണ്. പിന്നെ മിമിക്രി, ഒപ്പം ഇപ്പൊ അഭിനയത്തിലേക്ക് കൈവച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല, അതായത് സംഗീതത്തിലെ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്, ഏതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താല്പര്യമില്ല? എല്ലാ ഇൻസ്ട്രുമെന്റുകളോടും ഞാൻ പറഞ്ഞില്ലേ അതിനോടുള്ള സ്നേഹവും പ്രേമമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് കളക്ഷനാണ് എൻ്റെ ഏറ്റവും വലിയ. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. പിന്നെ ഒരാളുടെ കയ്യിൽ പുതിയ ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്നാൽ ഞാൻ ആളെ പുറകെ നടക്കും. അത് കിട്ടുന്നവർ അത് എങ്ങനെ എവിടെ എത്തിക്കാം, എൻ്റെ കയ്യിൽ എത്തിക്കാം എന്നുള്ളത്. ആ ഇൻസ്ട്രുമെന്റ് കിട്ടിയാൽ പിന്നെ ആ ഇൻസ്ട്രുമെന്റിൻ്റെ മുകളിലായിരിക്കും കുറേ കാലം. അപ്പോഴേക്കും വേറൊരു ഇൻസ്ട്രുമെന്റ് വരും. അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റുകളുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ആ ഇൻസ്ട്രുമെന്റ് പഠിക്കുക, പിന്നെ നാടകം ചെയ്യുമ്പോൾ തോന്നും അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അഭിനയം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നാടകവുമായുള്ള ഒരു ബന്ധം, നാടകത്തിലും തിയേറ്റർ ഒരു വളരെ വലിയ ലോകമാണ്. സംഗീതവും എന്താ പറയുക തിയേറ്ററും അതൊക്കെ കൂടി എല്ലാം കണക്റ്റഡാണ്. അത് ഒരുപാട് പരസ്പരം നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. എൻ്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മൊത്തത്തിൽ തൃശ്ശൂരുകാരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നുടലെടുത്ത ഒരു ചിത്രം. എന്താണ് ചിത്രത്തിൻ്റെ ഒരു ബേസിക് തീം എന്ന് പറയുന്നത്? രണ്ട് കള്ളന്മാരുടെ കഥയാണ്. അവർ രണ്ട് കള്ളന്മാർ എന്താ പറയുക മോഷണമില്ലാത്തൊരു സ്ഥലത്ത് നിന്നാൽ ഇപ്പോൾ അവിടെ ആർക്കും ഒന്നും വേണ്ട, ആർക്കും എന്തും എടുക്കാം, കാശ് വേണ്ട. എന്താ പറയുക മോഷണം എന്താണെന്ന് പോലും അറിയില്ല. ഇവർ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവർ അത് നിങ്ങൾ എടുത്തല്ലേ, നിങ്ങളെടുത്തോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്തോ. അതങ്ങനെ വേറൊരു ലോകമാണ് അത്. അത് ആളുകൾ അങ്ങനത്തെ ഒരു കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ അതിൻ്റെ മൊത്തം ട്രീറ്റ്മെൻറ്റും വളരെ രസകരമായിട്ട് വിനയും നമ്മൾ സിദ്ധാർത്ഥും വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. സിത്താര വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അത് ഞാൻ പറയാതിരിക്കാൻ പാടില്ല ഒരിക്കലും. സിത്താര വളരെ ടാലൻറ്റഡ് സിംഗറാണ്. സിത്താര നന്നായി ചെയ്തിട്ടുണ്ട്. പ്രിയനന്ദനൻ ചേട്ടൻ്റെ നമ്മളിതുവരെ കണ്ടിട്ടുള്ള ഇപ്പോൾ ജോൺ എബ്രഹാം പുരസ്കാരം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയൻ ചേട്ടാ സിനിമയ്ക്ക് താടി വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ താടി വന്ന സിനിമ ബുജി സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരാരും ബുജി സിനിമയല്ല, ഇത് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള പടമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു താടിയും ഇല്ല അതിന്. അങ്ങനെ ഒരു ഇതുണ്ട്. അത് പ്രത്യേകം പറയണം ആളുകൾ, അല്ലെങ്കിൽ ഇതായി പ്രിയനന്ദനൻ്റെ പടം ആ ബുജി പടമായിരിക്കും എന്നൊക്കെ പറയും. ഇതിൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും പോയി കാണണം. കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും തിയേറ്ററുകളിൽ ഇടിച്ചു കയറി ഞങ്ങളുടെ സിനിമ കാണണം, വിജയിപ്പിക്കണം, അത് ഗംഭീരാക്കണം. അതിൻ്റെ ചിലവ് പിന്നെ ചെയ്യാം. രാവണിയേട്ടൻ്റെ കാര്യം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. ആളുടെ മുമ്പിലാണ് ഞാൻ കുട്ടികളിയായിട്ട് ഇരിക്കുന്നത്. വളരെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാവണിച്ചേട്ടൻ എന്നെ എൻ്റെ വളരെ ചെറുപ്പം വരികൾക്ക് സംഗീതം നൽകുകയാണോ അതോ സംഗീതം ഇട്ടിട്ട് ഈ ജിബ്രീഷ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഒരു അർത്ഥം ഉണ്ടായിട്ടുള്ള ഒരു നല്ല വരികൾ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അതിൽ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയാൽ വളരെയധികം ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ. നല്ല ഇത്രയും വലിയ ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത്. എത്ര പാട്ടുകൾ ചിത്രത്തിലുള്ളത്? ഇതിൽ മറ്റൊരു ഗാനം കൂടിയുണ്ട്. അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോടൊപ്പം പോകുന്ന ഒരു പാട്ടാണ്. എൻ്റെ ടൈറ്റിലാണ് ആ പാട്ട് വരിക. ആ പാട്ടൂടെ നമുക്കൊന്നുകൂടെ ചെയ്യാൻ കഴിയുമോ? അത് ഞാൻ പറഞ്ഞു വരികളുടെ പ്രശ്നമുണ്ട്. ഇനി അത് ഇതിൻ്റെ ഈ വരിയും കുറേ തെറ്റിയിട്ടുണ്ട്. രാവണി ചേട്ടൻ്റെ ഇടി എനിക്ക് കിട്ടും, മറ്റൊരാളുടെ കൂടി ഇടി താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഇപ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് പറയാൻ ഇപ്പോൾ നാടകത്തിനോടുള്ള താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചിത്രമായാലും ഒരു നാടകത്തിൽ നിന്നുള്ള പ്രമേയമാണല്ലോ ഇതിലുള്ളത്. ഹട്ടാമല ദേശത്തിന് അതെ, ഹട്ടാമല ബാദൽ സർക്കാരിൻ്റെ വളരെ വിഖ്യാതമായ ഒരു പ്ലേനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ. അതിൽ നിന്ന് കുറച്ച് ചേഞ്ചും കുറച്ച് സർപ്രൈസും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ള, ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു ഇതാണ്. ഒരുപാട് വലിയ ഇതിൽ അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ അതിലൊരു പാട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലേ ആണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? അതായത് പൂർണ്ണ തൃപ്തനാണോ ഈ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്? എന്ത് തോന്നിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ അത് ഏത് വർക്കിലും നമുക്ക് പറയാം അയ്യോ കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്ന്. അത് ഒരുപാട് അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ ആർക്കും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷേ ഞാൻ
ആളുകളുടെ അഭിപ്രായമാണ്. പിന്നെ ആളുകൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് ഹാപ്പി ആയാൽ നമ്മൾ ഈ ഗാനങ്ങൾ നേരത്തെ പുറത്ത് വന്നു കഴിഞ്ഞു, അത് അതിലേക്ക് ആളുകൾ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരുപാട് ആളുകൾ സുല്ലേ നല്ല രസമുണ്ട് കേൾക്കാൻ, വളരെ സോഫ്റ്റാണ്. ഇതിലെല്ലാ ഇൻസ്ട്രുമെൻറ്റും വായിച്ചിട്ടുള്ള ഞാൻ. അപ്പോൾ വേറെ ആരും കാശ് കൊടുക്കാനില്ലാണ്ടിട്ടല്ല, അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇമ്പ്രൂവൈസ് ചെയ്ത് വരിക. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, വളരെയധികം സന്തോഷം. ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ പ്രിയനന്ദൻ്റെ അഭിപ്രായം എന്തായിരുന്നു, സംവിധായകൻ്റെ? ഞാൻ പ്രിയൻചേട്ടനെ കൊണ്ടൊക്കെ പഠിക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്നൊക്കെ അറിയാലോ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളൊരു ഫോർമേഷനിൽ. അപ്പോൾ പിന്നെ നമ്മുടെ ഇതും പ്രിയൻചേട്ടൻ വളരെ ഹാപ്പിയാണ് എന്നോട് പറഞ്ഞത്. സുല്ലേ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഏതായാലും നമുക്ക് സമയപരിധി ഉണ്ട്, സമയപരിമിതിയുണ്ട്. മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിനും ഈ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ഒപ്പം പാട്ട് പാടിയതിനും ഇത്രയും ഇൻസ്ട്രുമെൻസുമായി എത്തിയിട്ട് ഒരു പാട്ട് പാടിയുള്ളൂ, അത് ഉപയോഗിച്ചുള്ളൂ എന്ന 2 പാട്ട് പാടിയെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഒന്നേ ചെയ്തുള്ളൂ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കും ഒപ്പം പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കും. മറ്റൊരു അവസരത്തിലാവാം തീർച്ചയായും. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. ഒരു നല്ലൊരു സംഗീത സംവിധായകനെ മലയാളത്തിന് വലിയൊരു കലാകാരനെ കിട്ടട്ടെ, എല്ലാ മേഖലയിലും തിളങ്ങട്ടെ എന്ന് ആശംസിക്കണം. ഏതായാലും വളരെ നന്ദി. മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനിയൊരു ഇടവേള. താങ്ക് യു.